ഹായ് ഹലോ, അപ്പോൾ ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ്. എപ്പോഴും പറയുന്ന ഒരു ട്വിസ്റ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ വലിയൊരു വമ്പൻ സർപ്രൈസ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതം മാറി മറിയാൻ പോവുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇനി നടക്കാൻ പോകുന്നത്. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നു ശങ്കറും ധ്രുവനും കാണണം, അവർ തമ്മിൽ കണ്ടുമുട്ടണമെന്ന്. അങ്ങനെ ഇന്ന് നമ്മുടെ ശിവാനി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശിവാനിയുടെ ഗംഗയുടെ കയ്യിൽ നിന്നും ശിവാനിയുടെ നമ്പർ ശങ്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശിവാനിയെ വിളിച്ചു, കാര്യങ്ങൾ തിരക്കി. അങ്ങനെ ശിവാനിയും ശങ്കർ പറഞ്ഞത് പ്രകാരം ശിവാനി ഒരു സ്ഥലത്ത് ഒരു പാറക്കെട്ടിന്റെ അവിടെ കാത്തു നിൽക്കുകയും ശിവാനി ധ്രുവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധ്രുവൻ വന്നു. അപ്പൊ ധ്രുവൻ വിചാരിച്ചത് ശിവാനിക്ക് തന്നോട് ഇഷ്ടമുണ്ട്, അത്രത്തോളം പ്രണയമാണ്, അതുകൊണ്ടാണ് ശിവാനി എന്നെ വിളിച്ചു വരുത്തിയത് എന്നൊരു ഒരുപാട് ആഗ്രഹത്തോടെ അവിടെ ശിവാനിയെ കാണാൻ വേണ്ടിയിട്ടാണ് ധ്രുവൻ വന്നത്. അങ്ങനെ ശിവാനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധ്രുവന് മനസ്സിലായത്. കാരണം ശങ്കർ ഇത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് ശിവാനി വന്നത്. അപ്പോഴാണ് ധ്രുവൻ ശ്രദ്ധിക്കുന്നത് ശങ്കർ അവിടെ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ നീ എൻ്റെ ഗൗരിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഇന്ന് ഞാൻ നിനക്ക് ശിക്ഷ തന്നിരിക്കും. നിന്നോട് ഞാൻ ഒരുപാട് വട്ടം ക്ഷമിച്ചു വിട്ടതാണ്, പക്ഷെ നീ അതിലൊന്നും നീ അടങ്ങിയില്ല, അതുകൊണ്ട് അതിനുള്ള ശിക്ഷ നിനക്ക് ഇന്ന് കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കറും അവിടെ ധ്രുവനും തമ്മിൽ വലിയൊരു അടിയും പിടിയും വഴക്കും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ശങ്കർ നമ്മുടെ ധ്രുവനെ ഇടിച്ച് തള്ളിയിട്ട് അങ്ങനെ വലിയൊരു വഴക്കും ഒരുപാട് അടി നമ്മുടെ ധ്രുവന് ശങ്കർ കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു പോരാട്ടം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ധ്രുവൻ ഉരുണ്ട് താഴെ വീഴുകയും അങ്ങനെ അതിന്റെ പിറകെ ശങ്കർ പോവുകയും അങ്ങനെ അവസാനം ഒരു വിധത്തിൽ ആ ഒരു അടിയും പിടിയൊക്കെ ആയിട്ട് അവര് തിരിച്ച് ഇങ്ങനെ ശങ്കർ തള്ളിയിടാൻ വേണ്ടിയിട്ട് ധ്രുവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വിളി വന്നത്. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഗംഗയും ഗൗരിയും പിന്നെ അജിത്തും ജോജുവും കൂടി ആയിരുന്നു. അങ്ങനെ ഗൗരിക്ക് അറിയാം, കാരണം ഗംഗ ഇങ്ങനെ ഒരു സംശയം, ശിവാനിയുടെ നമ്പർ ശങ്കർ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ചെറിയൊരു സംശയം തോന്നിയിട്ട് ആ ഒരു കാര്യം ഗൗരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗരി ശിവാനിയെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോഴാണ് ശിവാനി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ശിവാനി പറഞ്ഞത് പ്രകാരമാണ് അവർ ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയത്. എന്നിട്ട് അവിടെ വന്ന് ശങ്കറിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും ശങ്കർ ആദ്യം ഒന്നും അടങ്ങിയില്ല. ശങ്കർ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ വിട്ട് കൊടുക്കത്തില്ല, ധ്രുവനെ ഞാൻ കൊന്നിരിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ശങ്കർ നിന്നത്. അവസാനം ഗൗരി ശങ്കറിനോട് പറയുവാണ്, ശങ്കർ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യം ഞാൻ എന്ത് പറഞ്ഞാലും ശങ്കർ അത് കേൾക്കുമെന്നൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു വാക്ക് ചോദിക്കുകയാണ്. അപ്പൊ ഗൗരി നീ എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, കാരണം നീ പറഞ്ഞതുപോലെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ തെളിയിച്ചു, അതുകൊണ്ട് നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്തു തരാം എന്ന് ഗൗരിയോട് ശങ്കർ പറയുമ്പോഴാണ് ഗൗരി ചോദിക്കുന്നത്, ധ്രുവന്റെ ജീവൻ വേണം, ധ്രുവനെ ശങ്കർ വെറുതെ വിടണം, ധ്രുവനെ ഉപദ്രവിക്കാൻ പാടില്ല, ധ്രുവനെ ശങ്കർ വെറുതെ വിടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവസാനം ഗൗരിക്ക് വേണ്ടിയിട്ട് ശങ്കർ ധ്രുവനെ വെറുതെ വിടുവാണ്. അങ്ങനെ ധ്രുവനെ വെറുതെ വിട്ടതിന് ശേഷം ഗൗരിയെ ചേർത്ത് നിർത്തി ശങ്കർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇത് നിനക്ക് ഞാൻ തരുന്ന ഭിക്ഷയാണ്, ഇത് ഗൗരി കാരണം നിനക്ക് ഞാൻ വെറുതെ വിട്ട് തരുന്ന ജീവനാണ്, ഇനി നീ എൻ്റെ ഗൗരിയെയോ എന്നെയോ ശല്യപ്പെടുത്താനായിട്ട് നീ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ ജീവൻ ഞാൻ തന്നെ എടുക്കും. ഇതൊരു ഭീഷണിയും കൂടെ മുടക്കിയിട്ടാണ് നമ്മളെ ധ്രുവനെ ശങ്കർ വെറുതെ വിടുന്നത്. എന്നിട്ട് ഗൗരിയെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഗംഗയ്ക്ക് ഒട്ടും സഹിച്ചില്ല. കാരണം ഗംഗ വിചാരിച്ചിരിക്കുന്നത് ശങ്കറിന് ഗംഗയോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഗംഗയ്ക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. അങ്ങനെ കെട്ടിപ്പിടിച്ച് നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ രാത്രി ശങ്കറിന് ഒരുപാട് ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല ചതഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഗൗരി ശങ്കറിന് ദേഹത്ത് ചെറുതായിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ച് മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗൗരി ചോദിക്കുവാണ്, ശങ്കറിന് എന്നോട് ദേഷ്യമുണ്ടോ, കാരണം ധ്രുവനെ ഞാൻ വെറുതെ വിടാൻ പറഞ്ഞത് ശങ്കറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ, ശങ്കറിന് ദേഷ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ശങ്കർ ഗൗരിയെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചതിന് ശേഷം പറയുവാണ്, എനിക്കൊരു ദേഷ്യമില്ല, നിനക്ക് എന്തായാലും ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, നീ പ്രതീക്ഷിക്കാത്ത, നീ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ഞാൻ നിനക്ക് നാളെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നന്ദിനിയമ്മ രാത്രിയിൽ ഉറങ്ങാതെ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുമ്പോൾ വേണി വന്നിട്ട് കാര്യം ചോദിക്കുകയാണ്, എന്താ നന്ദിനിയമ്മ ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഗൗരിയെ ഞാൻ അന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു, അന്ന് നടന്നതിന് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നൊക്കെ നന്ദിനിയമ്മ പറയുമ്പോൾ വേണിക്ക് മനസ്സിലായി സ്വന്തം മകളെ ഒരിക്കലും അങ്ങനെ അപമാനിച്ചു വിടാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ചെയ്ത് നന്ദിനിയമ്മയും ഗൗരിയും കൂടി പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നമേ ഉള്ളൂ.
അതുകൊണ്ട് നന്ദിനി അമ്മ ഗൗരിയെ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ശരി ഞാൻ വിളിക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് ഇത് കേട്ടിട്ട് ആരതി വരികയും എന്നിട്ട് അമ്മ ഗൗരിയെ വിളിക്കാൻ പോവുകയാണോ, അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം എൻ്റെ ജീവിതം മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിച്ച ഗൗരി ചേച്ചി ഇനി അമ്മ വിളിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദിനി അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇനി തന്റെ മകളിനി മരിക്കാൻ എങ്ങനെ ശ്രമിച്ചാലോ. അങ്ങനെ അവസാനം ആരതിക്ക് വേണ്ടിയിട്ട് ഗൗരിയെ ഞാൻ വിളിക്കുന്നില്ല പോരെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ കയറി പോവുകയും പിന്നാലെ ആരതിയും കയറി പോവാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ വേണി നിൽക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശങ്കർ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. ഒരിക്കലും ശങ്കറും ധ്രുവനും കണ്ടുമുട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ ശങ്കറും ഗൗരിയും അവരുടെ ജീവിതം തുടങ്ങുവാണ്. ഇനി എന്തായിരിക്കും ശങ്കർ ഗൗരിക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്ന ആ ഒരു വലിയൊരു സർപ്രൈസ്? എന്തായാലും എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരേക്കും ബൈ.